നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ബക്രീദ് പ്രമാണിച്ച് സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്നും നാളെയും അവധി. 1 മുതൽ 12 വരെ സ്കൂളുകൾക്ക് ഇന്നും നാളെയും അവധിയായിരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി. ശിവൻകുട്ടിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്നും നാളെയും അവധിയായിരിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ. ബിന്ദുവും അറിയിച്ചു. എന്നാൽ സർക്കാർ ഓഫീസുകൾക്ക് അവധി നാളെ മാത്രമായിരിക്കും. ഇന്നലെ ബലിപെരുന്നാൾ അവധി മാറ്റിയതിനെതിരെ കടുത്ത വിമർശനം ഉയർന്നിരുന്നു. ഇന്നത്തെ അവധി പുനഃസ്ഥാപിക്കണമെന്ന് കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും നിരവധി നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. ഇന്നലത്തെ മന്ത്രിസഭായോഗത്തിലാണ് ഇന്നത്തെ അവധി മാറ്റി നാളെ മാത്രം അവധിയാക്കിയത്. രാജ്ഭവനിലെ ഭാരതമാതാവ് ചിത്ര വിവാദത്തെ തുടർന്ന് പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ട് രാജ്ഭവൻ. ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പൂക്കൾ അർപ്പിച്ചാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ പരിപാടി ആരംഭിച്ചത്. ഭാരതാംബയുടെ ചിത്രം രാജ്ഭവനിൽ നിന്നും മാറ്റില്ലെന്നും ഭാരതാംബ രാജ്യത്തിന്റെ അടയാളമെന്ന് ഗവർണർ പറഞ്ഞു. മന്ത്രിമാർ പരിപാടിയിൽ പങ്കെടുക്കാത്തതിലും ഗവർണർ പ്രതിഷേധം അറിയിച്ചു. മന്ത്രിമാർക്ക് വരാൻ കഴിയാത്ത എന്താണുള്ളതെന്നായിരുന്നു ഗവർണറുടെ ചോദ്യം. RSS ചിത്രത്തിന് മുന്നിൽ പൂവിട്ട് പൂജിക്കാനോ കുമ്പിട്ട് നിൽക്കാനോ തന്നെ കിട്ടില്ലെന്നും അതാണ് തന്റെ രാഷ്ട്രീയമെന്നും കൃഷി വകുപ്പ് മന്ത്രി പി. പ്രസാദ് പറഞ്ഞു. ഗവർണർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും രാജ്ഭവനെ രാഷ്ട്രീയവൽക്കരിച്ചുവെന്നും അദ്ദേഹം വിമർശിച്ചു. സാധാരണയായി RSS മാത്രം ഉപയോഗിക്കുന്ന ഒരു ചിത്രം സർക്കാർ പരിപാടിയുടെ ഭാഗമാക്കണമെന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭാരതാംബയുടെ ചിത്രത്തെ എതിർക്കുന്നത് പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പ്രത്യേക വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് ഇവരുടെ നീക്കം. പഹൽഗാമിൽ മതം ചോദിച്ചു കൊന്ന ഭീകരർക്കെതിരെയും ഹമാസിനെതിരെയും പറഞ്ഞാൽ BJPയെ വർഗീയവാദികളാണെന്ന് വിളിക്കുന്നവരാണ് പ്രീണനത്തിന് വേണ്ടി നമ്മുടെ ദേശീയതയെ അപമാനിക്കുന്നതെന്നും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എല്ലാവരും ദേശഭക്തരാണെന്നും അവരെ വിഡ്ഢികളാക്കാനാണ് LDFും UDFും ശ്രമിക്കുന്നതെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ അഭിപ്രായപ്പെട്ടു. നിലമ്പൂരിൽ പോരാട്ട ചിത്രം തെളിഞ്ഞു. 10 സ്ഥാനാർത്ഥികളാണ് നിലമ്പൂരിൽ മത്സരിക്കുന്നത്. നിലമ്പൂർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PV അൻവർ കത്രിക ചിഹ്നത്തിലാണ് മത്സരിക്കുക. 14 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കാനൊരുങ്ങിയത്. ഇവരിൽ 4 പേർ അവസാന നിമിഷം പത്രിക പിൻവലിച്ചു. അതിൽ PV അൻവറിന്റെ അപരനായി നാമനിർദ്ദേശം സമർപ്പിച്ചിരുന്ന ചുങ്കത്തറ സ്വദേശി അൻവർ സാദാത്ത് ഉൾപ്പെടെയുള്ള 4 പേരാണ് പത്രിക പിൻവലിച്ചിരിക്കുന്നത്. നിലമ്പൂരിൽ BJP നില മെച്ചപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിൽ ക്രൈസ്തവ വോട്ടുകൾ കിട്ടിയ പോലെ നിലമ്പൂരിലും ലഭിക്കും. നിലമ്പൂരിൽ BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയെന്ന പ്രചാരണം തെറ്റാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. BJP പ്രചാരണത്തിൽ പിറകിലെന്ന ആശയം